ഹായ്, നമുക്കിന്ന് സ്ക്വാട്ട് ചെയ്യുന്നത് ഒന്ന് പരിചയപ്പെടാം. നമ്മൾ സ്ക്വാട്ട് ചെയ്യുമ്പോൾ കാല് പാരലാക്കി വെക്കണം. അതുപോലെ തന്നെ കൈ ഇങ്ങനെ ചിലവർ വെക്കും, ചിലവർ ഇങ്ങനെ വെക്കും, ചിലവർ ഇങ്ങനെ വെക്കും. നമ്മൾ വെയിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കയ്യിൽ ഡംബൽസ് ആണെങ്കിൽ കൈ ഇങ്ങനെ വെക്കും. അതുപോലെ തന്നെ ഷോൾഡറിൽ ബാറുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാറിന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, പക്ഷെ നമ്മൾ കയ്യെ ബിഗിനേഴ്സ് ആണെങ്കിൽ എപ്പോഴും കയ്യെ ഇങ്ങനെ വെക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ വെക്കുമ്പോൾ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഈ എൽബോ പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മൾ സ്ക്വാട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലോവർ ബാക്ക് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് പൊസിഷനിൽ നിൽക്കും. നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോവർ ബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അപ്പർ ബോഡി ബെൻഡ് ചെയ്യാനൊക്കെ ഒരു ടെൻഡൻസി വരും. അപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൽബോ അപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ ബാക്ക് ഇറക്റ്റ് ആയിട്ട് നിൽക്കും, അതായത് ബാക്ക് സ്ട്രെയിറ്റ് ആയിരിക്കും. നമ്മൾ സ്ക്വാട്ട് ചെയ്യുമ്പോൾ ബാക്ക് പെർഫെക്റ്റ് സ്ട്രെയിറ്റ് ആയിരിക്കണം. നമ്മൾ ബെൻഡിങ്ങിന് ബെൻഡ് വന്നു കഴിഞ്ഞാലാണ് ബാക്ക് ടൈറ്റ് ആവുക, അല്ലെങ്കിൽ ബാക്കിന് ഇഞ്ചുറി വരിക. അപ്പൊ നമ്മൾ എപ്പോഴും സ്ക്വാട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലോവർ ബാക്ക് സ്ട്രെയിറ്റ് ആയിരിക്കും. സിംപ്ലി 1 2 3. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്ക്വാട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ നീ ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യാൻ പാടില്ല. നീ ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്താൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്ക്വാട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നീ അവിടെ ലോക്ക് ചെയ്ത് ബാക്കിലേക്ക് ഇരിക്കണം. നമ്മൾ ബിഗിനേഴ്സ് ആവുമ്പോൾ നമുക്ക് ഒരിക്കലും ഫുൾ സ്ക്വാട്ട് ഫസ്റ്റ് ദിവസം തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബിഗിനേഴ്സ് ആവുമ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം, നീ ഫ്രണ്ടിലോട്ട് പോകാതിരിക്കാനും അതുപോലെ എൽബോ സ്ട്രെയിറ്റ് ആക്കി വെച്ച് ലോവർ ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വേണം ചെയ്യാൻ. അപ്പൊ ആ ബിഗിനേഴ്സ് ആവുമ്പോൾ എന്ത് ചെയ്യാം, ഹാഫ് സ്ക്വാട്ട് ചെയ്യാം, then up, then again 2 3 4 5. ഓക്കെ, ഇതേപോലെ ഹാഫ് സ്ക്വാട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാലിനും അതുപോലെ തന്നെ നമ്മുടെ ലോവർ ബാക്കും ഒക്കെ ഫെമിലിയർ ആവും. അപ്പൊ നമുക്ക് കുറച്ച് ദിവസങ്ങളോളം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ സ്ക്വാട്ടിലേക്ക് കിടക്കാം. ഫുൾ സ്ക്വാട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹാഫ് സ്ക്വാട്ട് ചെയ്ത പോലെ തന്നെ ഹാഫ് സ്ക്വാട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഇന്റൻസിറ്റി കൂട്ടിയിട്ട് ഇരിക്കാൻ ശ്രമിക്കാം. ഇതുണ്ടാവും, ഓക്കെ, ഉണ്ടാവും, അപ്പ്. ഓക്കെ, അതുപോലെ തന്നെ സ്ക്വാട്ട് ചെയ്യുമ്പോഴുള്ള ഗുണം നമുക്ക് കാലിന് മാത്രമല്ല, ഒരു കോമ്പൗണ്ട് എക്സസൈസ് ആണ്. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ മസിൽസ് ഇൻവോൾവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, കോമ്പൗണ്ട് എക്സസൈസ്. അപ്പൊ സ്ക്വാട്ട് ഒരു കോമ്പൗണ്ട് എക്സസൈസ് ആണ്. സ്ക്വാട്ട്, ലഞ്ചസ്, പുഷപ്സ്, പുള്ളപ്സ്, ഇതൊക്കെ കോമ്പൗണ്ട് എക്സസൈസ് ആണ്. ഈ എക്സസൈസുകൾ ചെയ്താലേ നമുക്ക് ബേസിക് നമ്മുടെ ബോഡി പോസ്റ്റർ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് ഓരോരോ വീഡിയോസിൽ നമുക്ക് അടുത്ത ലഞ്ചസ് അതുപോലെ പുഷപ്പ് അതുപോലെ പുള്ളപ്സ് ഒക്കെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.